പുലിമുറുപ്പുള്ള ചെറുക്കന്റെ പവർ അറിഞ്ഞ ഒരു മഹിളാരത്നം പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാങ്ങാണ്ടിക്കെതിരെ പരസ്യമായി പ്രതികരിച്ച യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവായിട്ടുള്ള സജിനയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഭീഷണിയാണ്. ആ ഭീഷണി കേൾക്കുമ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാകുന്നത്. പുലിമുറുപ്പുള്ള ചെറുപ്പക്കാരനുമായിട്ട് ഏത് തരത്തിലുള്ള ബന്ധമെന്ന് ആ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്. ഇരുന്നിട്ട് കാല് നീട്ടണമെന്നോ പവർ അറിയണമെന്നോ കവ കീറുമെന്നോ ഇതൊക്കെ എന്ത് തരം കോഡ് ഭാഷയാണ് മാങ്ങാണ്ടി പഠിപ്പിച്ചിരിക്കുന്നതെന്ന് മഹിളാരത്നത്തിന് മാത്രമേ അറിയുള്ളൂ. ചില മഹിളാരത്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. മാങ്ങാണ്ടിയുടെ പവറിനെ വല്ലാതെ ആസ്വദിക്കുന്നവരുണ്ട്. എന്തായാലും നാടിത് കേൾക്കണം. സ്വന്തം പാർട്ടിയിലെ ഒരു ചെറുപ്പക്കാരനാൽ ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീ അവർക്കുണ്ടായ ദുരനുഭവം സമൂഹത്തിലേക്ക് തുറന്നു പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥയ്ക്ക് പിന്തുണ കൊടുത്ത സഹപ്രവർത്തകയായിട്ടുള്ള ഒരു സ്ത്രീയോട് മഹിളാരത്നം പുലിമുറുക്കുള്ള ഒരു ചെറുക്കന്റെ പവറിനെ കുറിച്ച് പറഞ്ഞ് ഉപദേശം കൊടുക്കുന്നത് കേട്ടതിന് ശേഷം ഇങ്ങനെയുള്ള ചില വനിതാ രത്നങ്ങൾ കൂടി കോൺഗ്രസിനകത്തുണ്ട്. ഏത് തരം ഞരമ്പന്റെ പവർ വന്നാലും അതിനെ എങ്ങനെ സഹിഷ്ണുതയോടുകൂടി സ്വീകരിക്കണമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായിട്ടുള്ള മഹിളാരത്നം. സജന, ഇരുന്നിട്ടൊന്ന് കാല് നീട്ടിയ പോരായിരുന്നോ? ഈ പുലിമുറുപ്പുള്ള ചെറുക്കന്റെ പവർ ഒന്നറിഞ്ഞിട്ട് ആ താളത്തിലൊന്ന് ഒതുങ്ങിയിരുന്നിട്ട് കാല് നീട്ടിയാ മതിയായിരുന്നു. കവ കീറാൻ പോകുന്നത് നിങ്ങളുടെയാണ്. കാത്തിരുന്നോളൂ. അവൻ ചുമ്മാതിരിക്കുന്ന ഒരു ചെക്കനല്ല. അടിമകളെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അടിമ പിന്നെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്വന്തം അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ ചിലർ സംസാരിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പല വാചകങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കീറിപ്പോകും, എന്തൊക്കെയാണ് പവർ എന്നൊക്കെ വിശദീകരിച്ച് പറയുമ്പോൾ അനുഭവസ്ഥർ പറയുന്ന കാര്യങ്ങളെ കേൾക്കുക എന്നുള്ളതാണ് സമൂഹം ചെയ്യേണ്ടത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്നലകളിൽ മാങ്ങാണ്ടിയുടെ ഏതൊക്കെയോ തരത്തിലുള്ള ലീലാവിലാസങ്ങൾ പവറോ ഒക്കെ നേരിട്ടറിഞ്ഞ സ്ത്രീത്വമാണോ ഇതെന്ന് തോന്നിപ്പോവുകയാണ്. നമ്മൾ കാഴ്ചക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇതൊന്നും നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് നേരിട്ട് കാണാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ നേരിട്ട് അഭിപ്രായം പറയാതിരിക്കുന്നതാണ് അന്തസ്. പക്ഷേ കേൾക്കുന്നവർക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്. കൂട്ടത്തിൽ ഒരാൾ ശരിയായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അടിമക്കൂട്ടങ്ങളായി കൊണ്ടു നടക്കുന്ന മഹിളാ രത്നങ്ങൾ അതിൽ ചിലർ പവറിനെ കുറിച്ചൊക്കെ ഓർമ്മിപ്പിച്ച് കാല് നീട്ടുന്നതിനെ കുറിച്ചൊക്കെ ഉപദേശം കൊടുക്കുമ്പോൾ നാം എന്താണ് അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? സജന, ഇരുന്നിട്ടൊന്ന് കാല് നീട്ടിയ പോരായിരുന്നോ? ഈ പുലിമുറുപ്പുള്ള ചെറുക്കന്റെ പവർ ഒന്നറിഞ്ഞിട്ട് ആ താളത്തിലൊന്ന് ഒതുങ്ങിയിരുന്നിട്ട് കാല് നീട്ടിയാ മതിയായിരുന്നു. കവ കീറാൻ പോകുന്നത് നിങ്ങളുടെയാണ്. കാത്തിരുന്നോളൂ. അവൻ ചുമ്മാതിരിക്കുന്ന ഒരു ചെക്കനല്ല. ബാക്കിയുള്ളതെല്ലാം കേൾവിക്കാരുടെ താല്പര്യത്തിന് വിടുന്നു. ഇങ്ങനെയുമുണ്ട് ചില മഹിളാരത്നങ്ങൾ. നാട്ടിലെ സ്ത്രീകൾക്കുണ്ടാകുന്ന ദുരനുഭവം, ആ ദുരനുഭവത്തിൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നവരെ വായ്മൂടി കെട്ടാൻ വേണ്ടി അടിമകളായിട്ടുള്ള ചാവേറുകളാക്കി അധികാരമോഹത്തോടെ കൊണ്ടു നടക്കുന്ന ചിലർ, അല്ലെങ്കിൽ ചില സൈബർ ഫാൻസോ ചില സൈബർ പടയാളികളായിട്ടുള്ള വനിതാ ചാവേറുകളാണെന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും അവർ പറഞ്ഞ വാചകത്തെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട്. ഇങ്ങനെയും മഹിളാരത്നങ്ങൾ വളർന്നു വരുന്നുണ്ട്. ഇവരൊക്കെ നാളെ കോൺഗ്രസിന്റെ ഭാവി വാഗ്ദാനങ്ങളാണെന്ന് നമുക്ക് പ്രത്യാശിക്കാം.